എൻ്റെ ഒരുപാട് യുക്തിവാദി സുഹൃത്തുക്കളുണ്ടായിരുന്നു. അവരെ ഞാൻ ഈ പ്രോഗ്രാമിന് ക്ഷണിച്ചു, സോഷ്യൽ മീഡിയയിൽ കൂടി തന്നെ. അപ്പോൾ അവരൊക്കെ പറഞ്ഞത് രവിചന്ദ്രൻ അതുപോലെ തന്നെ ജബ്ബാർ അദ്ദേഹമായിട്ടൊക്കെ ബഹുമാന്യനായ അക്ബർ സാഹിബിനെ സംവാദത്തിന് വേണ്ടി ക്ഷണിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം അതിന് തയ്യാറായിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം അതിൽ നിന്ന് ഒളിച്ചോടുകയാണ്. ഇസ്ലാമിക ആദർശം ഈ കാലഘട്ടത്തിൽ യുക്തിവാദികളുമായിട്ട് പറഞ്ഞു നിൽക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം ഒളിച്ചോടുന്നു എന്ന് അവർ സോഷ്യൽ മീഡിയയിലൊക്കെ വ്യാപകമായ പ്രചരണം നടത്തുന്നുണ്ട്. അതിലും എന്തെങ്കിലും സത്യമുണ്ടോ? ഇതാണ് എൻ്റെ ചോദ്യം. അസ്സലാമു അലൈക്കും. ഭൗതികവാദികളായിട്ട് സംവാദത്തിന് തയ്യാറാവുന്നില്ല. യഥാർത്ഥത്തിൽ സംവാദം എന്നുള്ളത് ഒരു ആദർശ പ്രബോധനത്തിന്റെ മാർഗമായിട്ടല്ലാതെ ആരെങ്കിലും സംവാദിച്ചിട്ട് നമ്മള് ഒരു ബോക്സിംഗ് നടത്തി ജയിക്കുന്നത് പോലെ ജയിക്കാൻ വേണ്ടി നമ്മളാരും സംവാദങ്ങൾ സംഘടിപ്പിക്കാറില്ല. അതാരാണെങ്കിലും യുക്തിവാദികളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ യുക്തിവാദി പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹവുമായി 2 തവണ നിച്ച് ഓഫ് ട്രൂത്തിന്റെ പ്രതിനിധികൾ സംവാദത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ആ സംവാദങ്ങൾ യൂട്യൂബിൽ ലഭ്യമാണ്. ഇനി മറ്റാർക്കെങ്കിലും സംവാദത്തിൽ ഏർപ്പെടണമെന്നുണ്ടെങ്കിൽ മാന്യരായ ആളുകളാണെങ്കിൽ വേദിയിൽ കയറിയാൽ മുഴുവനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെറി പറയുക എന്നത് ഒരു കലയായി കൊണ്ട് നടക്കുന്ന ആളുകൾ, അവരോടൊപ്പം ഇരിക്കുക എന്നത് പോലും നമ്മെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികൾ എന്നുള്ള നിലക്ക് അറപ്പുണ്ടാക്കുന്നതാണ്. പ്രവാചകൻ എന്നുള്ളത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ രൂപത്തിൽ സ്വന്തത്തെക്കാളധികം സ്നേഹിക്കുന്ന വ്യക്തിത്വമാണ്. ആ നിലക്ക് അത്തരം റൂട്ടിലൂടെ നടക്കുന്ന യുക്തിവാദം എന്ന് പറഞ്ഞ് അങ്ങനെ തെറിപ്രസംഗവുമായി നടക്കുന്ന ആളുകളുമായി വേദി പങ്കിടാൻ ചിലപ്പോൾ പ്രയാസം ഉണ്ടാകും. പക്ഷേ ഭൗതികവാദത്തിന്റെ അടിസ്ഥാന ആദർശങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ, ആ ചർച്ചകൾ തീർച്ചയായും അടിസ്ഥാന ആദർശങ്ങൾ എന്താണ്? ദൈവം ഉണ്ടോ ഇല്ലേ എന്ന ആദർശം. അതേപോലെ തന്നെ ശാസ്ത്രം അത് ദൈവത്തെയാണോ അതല്ല ഭൗതികവാദത്തെയാണോ സ്ഥിരപ്പെടുത്തുന്നുള്ള ആദർശമാണ്. അതല്ലാതെ നമസ്കാരത്തിന്റെ റക്കയത്ത് എത്രയാകണമെന്നുള്ളത് ഭൗതികവാദികളായിട്ട് ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. ആ വിഷയങ്ങൾ എന്താണോ അവരുമായി ആദർശപരമായ പ്രശ്നമുള്ള വിഷയങ്ങൾ, ആ വിഷയങ്ങളിൽ സംവാദത്തിന് ഭൗതികവാദികളായ ആളുകൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിന്റെ രീതിയുണ്ട്. ഇത്തരം പൊതുവേദികളിൽ വെറുതെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സംവാദം എന്ന് പറഞ്ഞിട്ട് അമ്മി കൊത്താനുണ്ടോ എന്ന് ചോദിക്കണം മാതിരി പറയലല്ല അതിന്റെ രീതി. അതിന് നിച്ച് ഓഫ് ട്രൂത്ത് എന്നത് ഒരു മേൽവിലാസമുള്ള സംഘടനയാണ്. ആ മേൽവിലാസമുള്ള സംഘടനക്ക് അതിന്റെ ഓഫീസുണ്ട്, അതിന്റെ രീതികളുണ്ട്. ആ രീതികളിലാണ് പോവേണ്ടത് എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. നിച്ച് ഓഫ് ട്രൂത്ത് ഭൗതികവാദികളുടെ കേരള യുക്തിവാദി സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റുമായി 2 തവണ നടത്തിയ സംവാദങ്ങളും നിച്ച് ഓഫ് ട്രൂത്തിന്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. പിന്നെ ഈ രംഗത്ത് ഏറ്റവും മാന്യമായ സംവാദ സംസ്കാരം വളർത്തിക്കൊണ്ടുപോകുന്നത് നമ്മൾ തന്നെയാണ്. കാരണം ഇസ്ലാമിക വിമർശകന്മാരോട് സ്നേഹസംവാദം മാസിക ആരംഭിച്ച സമയത്ത് 1.5 പതിറ്റാണ്ട് മുമ്പ് ഇസ്ലാമിന്റെ വിമർശകന്മാരോട് നേർക്കുനേർ വിമർശനം വേദിയിൽ ഉന്നയിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതിനേക്കാൾ വിമർശനം എന്നത് വസ്തുനിഷ്ഠമാണെങ്കിൽ അതിനുള്ള മറുപടി കൂടി മനസ്സിലാക്കാനുള്ളതാണ്. വിമർശകന്മാരോട് തുറന്ന് നിങ്ങൾ ലേഖനം എഴുതൂ, ഞങ്ങൾ മറുപടി പറയാമെന്ന് ആർജവത്തോടു കൂടി പറഞ്ഞ ഒരു മാഗസിനിന്റെ ഉത്തരവാദപ്പെട്ട ഒരാൾ കൂടിയാണ് ഞാൻ. അങ്ങനെ ആ മാഗസിനിൽ ഒരുപാട് തവണ ഭൗതികവാദികൾ എഴുതുകയും അതിന് മറുപടി കേൾക്കുകയും അവസാനം അവർ നിർത്തിപ്പോവുകയുമാണ് ചെയ്തത് എന്നതുകൂടി ചരിത്രമാണ് എന്ന് മനസ്സിലാക്കുക. ഞാനവിടെ ജയിച്ചതും തോറ്റതുമല്ല, മറിച്ച് ആദർശ പ്രബോധന രംഗമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം സംവാദമാണെങ്കിലും ഇതേപോലുള്ള പ്രോഗ്രാമുകളാണെങ്കിലും എല്ലാം ജയിക്കാൻ വേണ്ടി സംവാദം നടത്തുന്നവർക്ക് മറ്റു പലരുമായി സംവാദമാകാം. ഇവിടെ ആദർശ പ്രബോധനത്തിന് പറ്റുന്ന ഒരു തലത്തിൽ മാത്രമേ നമ്മൾക്ക് അതിൽ താല്പര്യമുള്ളൂ എന്നുകൂടി സൂചിപ്പിക്കും.